ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഷോറൂമിലാണ്, നമ്മുടെ മെഷീൻ ഹബ് ഷോറൂമിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ നമ്മുടെ മെഷീൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താനുള്ള വീഡിയോ ആണ്. നമുക്ക് നമ്മുടെ ഡ്രയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്കൊരു 3 ടൈപ്പ് ഡ്രയറുകൾ വരുന്നത് നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ചെപ്പുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ കുറച്ച് സാമ്പിൾസ് ആണ്, നമ്മുടെ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുത്തുള്ള കുറച്ച് സാമ്പിൾസ് ആണ്. ഇതിപ്പോൾ ബീട്രൂട്ടാണ് വരുന്നത്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്നുള്ളതാണ്. ഇതേപോലെ നല്ല കളറിൽ തന്നെ അതേ കളറിൽ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇവിടെ മുളക് വരുന്നുണ്ട്, അതുപോലെ തന്നെ കായ വരുന്നുണ്ട്, പഴം വരുന്നുണ്ട്, നേന്ത്രപ്പഴം, അങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഡ്രയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, മീറ്റ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെഷീൻസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയൊരു മെഷീൻ വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 3 തട്ടാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ട്രേസ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. 2 ടൈപ്പ് ട്രേസ് ആണ് വരിക. ഒന്ന് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലും, അതുപോലെ തന്നെ മൈൽഡ് സ്റ്റീലും. മൈൽഡ് സ്റ്റീൽ ട്രേസ് ആകുമ്പോൾ അതിൽ നമുക്ക് നാളികേരം, വാട്ടർ കണ്ടന്റ് കുറവുള്ള അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഉണക്കാനായിട്ട് പറ്റാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആകുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് 3 ട്രാൻഡ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ 5 ട്രാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇതിപ്പോൾ ഫുൾ മെഷീൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ്. ഫുൾ ബോഡി, അതുപോലെ തന്നെ ട്രേസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ്. പിന്നെ വരുന്നത് ഇവിടെ ഒരു 7 തട്ടിന്റെ മെഷീൻ വരുന്നുണ്ട്. ഇത് ഫുള്ള് നമുക്ക് മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ നാളികേരം, അതുപോലെ തന്നെ ജാതിക്ക, ജാതിപത്രി, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മുടെ ഈ മൈൽഡ് സ്റ്റീൽ ട്രേസിൽ ഉണക്കാനായിട്ട് പറ്റത്തുള്ളൂ. മൈൽഡ് സ്റ്റീൽ ട്രേസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസിനേക്കാളും റേറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്കിതിപ്പോൾ ഈ 3 ടൈപ്പിലുള്ള മെഷീൻസ് മാത്രമല്ല, പല ടൈപ്പിലുള്ള മെഷീൻസ് വരുന്നുണ്ട്. നമുക്ക് എല്ലാ മെഷീൻസും കസ്റ്റമൈസ് ചെയ്ത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം എന്ത് പ്രൊഡക്റ്റ് നോക്കാനാണോ അതിനനുസരിച്ച് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ 3 തട്ട് തൊട്ട് 3, 5, 7 കഴിഞ്ഞ പിന്നെ 10, 14, 20, 30 അങ്ങനെ എത്ര തൊട്ടുള്ള ട്രേസ് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നൽകാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ഓയിൽ മില്ല് നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ മില്ലിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ബൾക്ക് ഡ്രയർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളികേരം കൂട്ടിയിട്ട് ഉണക്കാനായിട്ട് പറ്റും. 500 നാളികേരം, 1000 നാളികേരം, അതുപോലെ നമുക്ക് പല സൈസിലുള്ള മെഷീൻസ് വരുന്നുണ്ട്. ബൾക്ക് ഡ്രയറിലും 500-ന്റെ, 1000-ന്റെ, 1500-ന്റെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നാളികേരം ജസ്റ്റ് ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് ട്രേയിലേക്ക് എടുത്ത് വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈസി ടു യൂസ് ആണ്. അങ്ങനെയുള്ള മെഷീൻസും നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷീൻ ഹബിൽ ഒരു ഓയിൽ മില്ല്, ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ട് എല്ലാവിധ മെഷീൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓയിൽ മില്ലാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രയറൊക്കെ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു ഫ്ലവർ മില്ലാണെങ്കിൽ നിങ്ങൾക്ക് മുളക് ഉണക്കാനോ, അപ്പോൾ മഴക്കാലത്തൊക്കെ മുളകൊക്കെ വെയിലത്തിട്ട് ഉണക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രയർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഒരു ഫ്ലവർ മില്ല്, ഓയിൽ മില്ലിലേക്ക് വേണ്ടിയിട്ട് എല്ലാ മെഷീൻസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെഷീൻ വരുന്നത് ഡ്രയറിലാണ്. അപ്പോൾ നമുക്ക് ഡ്രയർ കഴിഞ്ഞ പിന്നെ അടുത്ത് നമുക്ക് ഇവിടെ വരുന്നത് എക്സ്പെല്ലറുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രയറുകൾ കഴിഞ്ഞ പിന്നെ എക്സ്പെല്ലറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീനിൽ ഏറ്റവും കുഞ്ഞനൊരു എക്സ്പെല്ലർ വരുന്നത്. വളരെ കുഞ്ഞൻ മെഷീനാണ്. നിങ്ങൾക്ക് സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നമുക്കൊരു വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള, വീട്ടമ്മമാർക്കൊക്കെ ഇപ്പോൾ കൊപ്രാട്ടി എണ്ണയൊക്കെ എടുക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ എള്ളെണ്ണ, കടുകെണ്ണ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആട്ടി എണ്ണയാക്കാനായിട്ട് പറ്റും. നമുക്ക് എന്ത് സീഡ്സും നമുക്കിതിൽ എണ്ണയാക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുകയാണെങ്കിൽ അതിന് എന്തോരം മായ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞൻ മെഷീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കടുകെണ്ണ, എള്ളെണ്ണ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഈ എള്ളെണ്ണയും കടുകെണ്ണയൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഭയങ്കര വിലയുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട്, റോ മെറ്റീരിയൽ മേടിച്ചിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് എണ്ണയൊക്കെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതിൻ്റെ പല സൈസിലുള്ള മെഷീൻസാണ് വരുന്നത്. ഇത് കുറച്ചുകൂടി വലിയ മോഡലാണ്. ചെറിയൊരു ചെറിയൊരു യൂണിറ്റ്, ഓയിൽ യൂണിറ്റിലൊക്കെ പറ്റിയിട്ടുള്ള, വെളിച്ചെണ്ണ യൂണിറ്റിലൊക്കെ പറ്റിയുള്ളൊരു മോഡലാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങളിനി ഇതല്ല, നിങ്ങളൊരു നല്ല രീതിയിൽ ഓയിൽ മില്ല് നടത്തുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയുള്ള ഇതിൻ്റെ വലിയ മോഡൽസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സ്പെല്ലറുകളെ പറ്റിയിട്ട് എന്ത് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. പല ടൈപ്പിലുള്ള എക്സ്പെല്ലറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം എക്സ്പെല്ലറുകളിലൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്തത് വരുന്നത് നമ്മുടെ ഹാൻഡ് സീലറുകളാണ്. നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്, ചെറിയ ചെറിയ പാക്കിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട്, ഒരു കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ വീട്ടമ്മമാർക്കൊക്കെ അച്ചാറുകൾ ഇങ്ങനെ നമ്മളൊക്കെ പാക്ക് ചെയ്യണതിൽ വളരെ ബേസിക് ആയിട്ടുള്ള പാക്കിംഗ് ആണ് വരുന്നത്. ഇതൊരു 1500 രൂപ തൊട്ട് തന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതായത് ചെറിയ സൈസ് തൊട്ട് പല സൈസിലുള്ള, വലിയ സൈസിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അവിടെ നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് ഇലക്ട്രിക് റോസ്റ്ററാണ് അടുത്ത് വരുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 കിലോ കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് റോസ്റ്ററാണ്. നമ്മളിപ്പോൾ ഈ അരി വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന മെഷീനാണ്.
ഇത് ഫുള്ളി ഇലക്ട്രിക്കലാണ് പ്രവർത്തിക്കുക. നമുക്കൊരു 15 കിലോ കപ്പാസിറ്റി വരും. ഇതിന്റെ പവർ വരാം 2500 വാട്ട്സ് ആണ് പവർ വരിക. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് തന്നെ പിന്നെ ഇതിന്റെ തന്നെ ഗ്യാസിന്റെ വരുന്നുണ്ട് തൊട്ടപ്പുറത്ത്. ഇത് ഇലക്ട്രിക് ആണ്, ഇതിവിടെ ഗ്യാസ് ആണ്. ഇതും 15 കിലോ കപ്പാസിറ്റിയാണ് വരുന്നത്. എന്താ പറയുക, റോസ്റ്റർ മെഷീനാണ്. നമുക്ക് അരി സംഭവമൊക്കെ വറക്കാനുള്ള മെഷീനാണ്. ഇതൊക്കെ ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള മെഷീൻസ് ആണ്. പിന്നെ അടുത്തത് ഒരു ഫ്ലവർ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള മെഷീനാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലവർ മില്ലിക്കും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു കുഞ്ഞൻ പൾവറൈസർ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 HP മോട്ടറാണ് വരുന്നത്. ഇതിൽ നമുക്ക് അരി, മുളക്, മല്ലി, ധാന്യങ്ങൾ എല്ലാ സംഭവങ്ങളും പൊടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക്, മല്ലി ഇങ്ങനെയുള്ള സംഭവമൊന്നും ഫൈൻ പൗഡർ ആവില്ല. ചെറിയ ഇതിലെന്താ പറയുക, ചില്ലി ഫ്ലേക്സ് അതുപോലെയാണ് പൊടിഞ്ഞു വരിക. അരി അങ്ങനെയുള്ള സംഭവമൊക്കെ ആണെങ്കിൽ ഫൈൻ പൗഡർ ആവും. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ മെഷീനാണിത്. അപ്പോൾ ഇത് നമുക്ക് കൊപ്ര കട്ടറാണ് വരുന്നത്. ഒരു 2 HP മോട്ടർ വരുന്ന നമുക്കൊരു നല്ല ഓയിൽ മില്ലിക്ക് വേണ്ടിയിട്ടുള്ള കൊപ്ര കട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. അപ്പോൾ ഇതെല്ലാം ഓയിൽ മില്ലിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ ഓയിൽ മില്ലിക്ക് ഇത് കൊപ്ര കട്ടർ ആണെങ്കിൽ അത് നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വരുന്നത് ഇതും വരുന്നൊരു കുഞ്ഞൻ കൊപ്ര കട്ടറാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇതേപോലെ പല സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പല സൈസിൽ കൊപ്ര കട്ട് ചെയ്തെടുക്കാനായിട്ട് വരും. ഇത് നമ്മുടെ ഇവിടെയുള്ള നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച എക്സ്പെല്ലറുകളുണ്ടല്ലോ, കുഞ്ഞൻ എക്സ്പെല്ലറുകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ നാനോ എക്സ്പെല്ലറുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൊപ്ര കട്ടറാണിത്. ഇത് വളരെ കുഞ്ഞനൊരു കൊപ്ര കട്ടറാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഓയിൽ മില്ലിക്ക് വേണമെങ്കിൽ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പാക്കിംഗ് മെഷീനാണ്. ഒരു ബാൻഡ് സീലറാണ് വരുന്നത്. അതും ഹൊറിസോണ്ടൽ ബാൻഡ് സീലറാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ അച്ചാറിങ് സംഭവങ്ങളൊക്കെ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് നല്ല സീൽ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് പാക്ക് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് ഏത് ടൈപ്പ് കവറും നമുക്ക് പാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ബാൻഡ് സീലറിന്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇതൊരു കുടുംബശ്രീ അങ്ങനെയുള്ള യൂണിറ്റുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കിംഗ് മെഷീനാണ്. അപ്പോൾ അത് നമ്മുടെ മെഷീൻ ഹബിൽ ഉണ്ട്. അത് തന്നെ അതിന്റെ തന്നെ വെർട്ടിക്കലാണ് ഇപ്പുറത്ത് വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് വെർട്ടിക്കൽ പെൻസിലറാണ്. നമുക്കിവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും വരുന്നുണ്ട്. വെർട്ടിക്കലിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അച്ചാർ സംഭവം എടുത്തിട്ട് പാക്ക് ചെയ്യണമെങ്കിൽ അത് ലീക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ നേരെ വെച്ച് നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ പെൻസിലർ. ഇതും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ്. പിന്നെ അടുത്ത് വരുന്നത് കോക്കനട്ട് സ്ക്രാപ്പറാണ്. തേങ്ങ ചെരുക്കുന്ന മെഷീനാണ്. നമുക്ക് വീട്ടിലൊക്കെ അമ്മമാർക്ക് തേങ്ങ ചെരുക്കെടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു മെഷീൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തേങ്ങ ചെരുക്കെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അത് നമുക്ക് എത്ര തേങ്ങ വേണമെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെരുക്കെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഓണാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിങ്ങനെ തിരിഞ്ഞ് ചെരുക്കെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് വേണമെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു എന്താ പറയുക, ചെറിയൊരു ഹോട്ടലുകളിലേക്കും വേണം നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിന്റെ തന്നെ പല മോഡൽസ് വരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള മെഷീൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുഞ്ഞൻ മെഷീൻസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പാക്കിംഗ് മെഷീൻസിൽ ഇത്രയും പാക്കിംഗ് മെഷീൻസ് മാത്രമല്ല, നമുക്ക് വാക്വം പാക്കിംഗ് മെഷീൻ വരുന്നുണ്ട്. നമുക്ക് എയർ ഒക്കെ സക്ക് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്യുന്ന വാക്വം പാക്കിംഗ് മെഷീൻ, അതുപോലെ തന്നെ ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ, ഓയിൽ ഫില്ലിംഗ് മെഷീൻസ്, ഇങ്ങനെ ഫില്ലിംഗ് മെഷീൻസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പാക്കിംഗ് മെഷീൻസ് നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഓയിൽ മില്ല്, ഫ്ലവർ മില്ല്, അതുപോലെ തന്നെ അവിടേക്ക് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് മെഷീൻസ് എല്ലാം തന്നെ നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്.